الحمد لله نحمده ونستعينه ونستغفره ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الناس أوصيكم وإياي أولا بتقوى الله رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم يا أيها الذين آمنوا ادخلوا في السلم كافة ولا تتبعوا خطوات الشيطان إنه لكم عدو مبين ആദരണീയരായ സത്യവിശ്വാസികളെ, അല്ലാഹുവിന്റെ നിയമനിർദ്ദേശങ്ങളെ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് ജീവിതം വിജയപ്രദമാക്കി തീർക്കണമേ എന്ന് എന്നോട് നിങ്ങളോട് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. വിശ്വാസികളായ നമ്മളൊക്കെ നിരന്തരം കേൾക്കുന്ന രണ്ട് വാക്കുകളാണ് ഈമാൻ, തഖ്വ. ഈ രണ്ട് വാക്കുകൾ രണ്ടും പരസ്പരം ബന്ധപ്പെട്ടതാണ്. ഈമാൻ എന്ന് പറഞ്ഞാൽ അതിന്റെ മലയാള അർത്ഥം വിശ്വാസമാണ്. മാ വഖറ ഫിൽ ഖൽബി വസദ്ദഖഹുൽ അമൽ എന്നാണ് അതിന് അറബിയിൽ ഒരു നിർവചനം. മനസ്സിൽ രൂഢമൂലമായതും പ്രവർത്തനങ്ങൾ സത്യപ്പെടുത്തുന്നതുമാണ് ഈമാൻ. വിശ്വാസം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിലുള്ള വിശ്വാസം, അള്ളാഹു നന്മ തിന്മകൾ രേഖപ്പെടുത്തുന്ന മലക്കുകളിലുള്ള വിശ്വാസം, അന്ത്യദിനത്തിലുള്ള വിശ്വാസം, അള്ളാഹുവിന്റെ അടുക്കലേക്ക് തിരിച്ചു പോകേണ്ടുന്നവരാണ് എന്ന വിശ്വാസം, അവിടെ വിചാരണ ചെയ്യപ്പെടുമെന്ന വിശ്വാസം, ഇതൊക്കെയാണുള്ള ഈമാൻ. ഈ ഈമാന് ഒരാളുടെ മനസ്സിലുണ്ടോ എന്ന് അയാളുടെ വാക്കും പ്രവൃത്തിയും പരിശോധിച്ചാൽ മനസ്സിലാക്കുന്ന. ഏതൊരു സ്ത്രീയുടെയും ഒരു പുരുഷന്റെയും വാക്കുകളും പ്രവൃത്തികളും നമ്മൾ ശ്രദ്ധിച്ചാൽ അയാളുടെ മനസ്സിൽ ഈമാൻ ഉണ്ടോ എന്ന് നമുക്ക് മനസ്സിലാകുന്ന. അതാ ഈമാനുമാ വഖറ ഫിൽ ഖൽബി വസദ്ദഖഹുൽ അമൽ എന്ന് പറഞ്ഞ മനസ്സിൽ രൂഢമൂലമായതും പ്രവർത്തനങ്ങൾ സത്യപ്പെടുത്തുന്നതുമാണ്. അപ്പൊ നമ്മുടെ മനസ്സിൽ അള്ളാഹു, നന്മ തിന്മകൾ രേഖപ്പെടുത്തുന്ന മലക്കുകൾ, അന്ത്യദിനം, പരലോകം, അവിടെ വിചാരണ, നമ്മുടെ വാക്കുകളും പ്രവൃത്തികളും ഒക്കെ ചോദ്യം ചെയ്യപ്പെടുന്ന റബ്ബിന്റെ മുമ്പിൽ കൈകെട്ടി നിന്ന് സമാധാനം പറയേണ്ടി വരുന്ന ഒരു ദിവസം, ഇതൊക്കെ നമ്മളെ മനസ്സിന് ഉറച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ വാക്കുകളും പ്രവൃത്തികളും ഒക്കെ അതിൽ പ്രതിഫലിക്കും. ആ വാക്കുകളും പ്രവൃത്തികളും നന്നാക്കി തീർക്കുന്നതിനാണ് തഖ്വ എന്ന് പറയാ. അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധത്തോടു കൂടി ശ്രദ്ധയോടുകൂടി ജീവിക്കുന്നതിനാണ് തഖ്വ എന്ന് പറയാ. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, എന്താണ് തഖ്വ എന്ന് പറഞ്ഞാൽ? ഉബയ്യ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, താങ്കള് മുള്ളും കുപ്പിച്ചില്ലും ഒക്കെ ഉള്ള വഴിയിലൂടെ നടന്നിട്ടുണ്ടോ? അതുണ്ട്. എങ്ങനെയാ നടക്കുക? വളരെ ശ്രദ്ധിച്ചാണ് ഓരോ സ്റ്റെപ്പും മുമ്പോട്ട് വെക്കുക.
ഉബൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞത് ആക്കത്തുക്ക, അത് തന്നെയാണ് തഖ്വ എന്ന് പറഞ്ഞാൽ. ജീവിതത്തിലെ ഓരോ വാക്കുകളും ഓരോ പ്രവൃത്തികളും അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടതാണോ ഞാൻ ചെയ്യുന്നത്, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടതാണോ ഞാൻ പറയുന്നത്, അള്ളാഹുവിന് വെറുപ്പുള്ളതാണോ ഞാൻ ചെയ്യുന്നത് എന്ന് നല്ല ശ്രദ്ധയോടുകൂടി ഓരോ ചലനങ്ങളും മുന്നോട്ട് കൊണ്ടുപോവുക എന്നതാണ് തഖ്വ എന്ന് പറഞ്ഞാൽ. വിശുദ്ധ ഖുർആൻ ഇബാദുർ റഹ്മാന്റെ വിശേഷണം പറഞ്ഞിട്ടുണ്ട്. നമുക്കൊക്കെ അറിയാവുന്നതാണ്. സൂറത്തുൽ ഫുർഖാനിന്റെ അവസാന ഭാഗത്ത് ഇബാദുർ റഹ്മാന്റെ വിശേഷണം പറഞ്ഞിട്ടുണ്ട്. അത് നമ്മളൊക്കെ നിർബന്ധമായിട്ട് ഒരു മുസ്ലിം ഒരു പ്രാവശ്യമെങ്കിലും വായിച്ചിരിക്കേണ്ടുന്ന ഒരു ഭാഗമാണത്. കുറഞ്ഞ ആയത്തുകൾ, ഒരു 5-10 ആയത്തുകൾ. ഇബാദുർ റഹ്മാന്റെ വിശേഷണം. ഇബാദ് എന്ന് പറഞ്ഞ അടിമകൾ. അള്ളാഹു ആണ് ഉടമ, അള്ളാഹുവിന്റെ സൃഷ്ടിയായ അവന്റെ അടിമയാണ് ഞാൻ എന്ന ബോധമുള്ള ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാവുന്ന ശ്രദ്ധയെ കുറിച്ചാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. പരമകാരുണികന്റെ ദാസന്മാർ ഭൂമിയിലൂടെ വളരെ വിനയത്തോടെ നടക്കുന്നവരായിരിക്കും. ഞാൻ വലിയവൻ, ഞാനാണ് എല്ലാവരെക്കാളും മേതെ, ഞാനൊരു സംഭവമാണ് എന്ന് ചിന്തിക്കുന്ന ഒരു മുഅ്മിൻ ഉണ്ടാവില്ല എന്നർത്ഥം. അള്ളാഹുവിന്റെ സൃഷ്ടിയാണ് ഞാൻ, എന്നെ പോലെ മറ്റുള്ള എല്ലാവരും അള്ളാഹുവിന്റെ സൃഷ്ടികളാണ്, അള്ളാഹുവിന്റെ മുമ്പിൽ ഞങ്ങളൊക്കെ സമന്മാരാണ് എന്ന ബോധത്തോടുകൂടി അള്ളാഹുവിന്റെ അടിമയാണ് എന്ന ബോധത്തോടു കൂടി ജീവിക്കുന്നവരായിരിക്കും ഒരു മുഅ്മിൻ. അതാ ഇബാദുർ റഹ്മാന്റെ ഒന്നാമത്തെ വിശേഷണം പറഞ്ഞു. റബ്ബ് അള്ളാഹു ആണെന്ന് തിരിച്ചറിഞ്ഞാൽ ഞാൻ അബ്ദാണ് എന്ന് തിരിച്ചറിയും. സൃഷ്ടാവ് അള്ളാഹു ആണെന്ന് തിരിച്ചറിഞ്ഞാൽ ഞാൻ സൃഷ്ടിയാന്നുള്ള ബോധം ഉണ്ടാവും. അതാണ് ഇബാദുർ റഹ്മാൻ. എന്നിട്ടോ അവര് ആ റബ്ബിന്റെ ശിക്ഷയെ ഭയപ്പെടും. അങ്ങനെ കുറെ വിശേഷങ്ങൾ പറയുന്നുണ്ട്. അതെല്ലാം വിശദീകരിക്കാൻ ധാരാളം ഖുത്ബകൾ വേണ്ടി വരും. പക്ഷെ ഞാനിപ്പോ സാഹചര്യം അനുസരിച്ച്, സന്ദർഭം അനുസരിച്ച് ഒരു വിഷയമാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. അവിടെ വല്ലദീന യഖൂലൂന റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറമാ ഇന്നഹാ സാഅത് മുസ്തഖറൻ വ മുഖാമാ. അവര് പ്രാർത്ഥിക്കുന്നവരായിരിക്കും. എന്ത് പ്രാർത്ഥിക്കും? റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം, പടച്ചവനെ നരകശിക്ഷയിൽ നിന്ന് ഞങ്ങളെ കാത്തു രക്ഷിക്കണം, ഞങ്ങളെ തിരിച്ചുവിടണം. ഇന്ന അദാബഹാ കാന ഗറമ, അതിന്റെ ശിക്ഷ എന്ന് പറഞ്ഞാൽ ഒരിക്കലും വിട്ടൊഴിയാത്തതാണ്. ഈമാനുള്ള ഒരു മനുഷ്യൻ അള്ളാഹു സംവിധാനിച്ചു വെച്ച നരകം എന്താണ് എന്ന് കൃത്യമായ ബോധ്യമുള്ള ഉറച്ച വിശ്വാസമുള്ള ഒരു മനുഷ്യൻ, അള്ളാഹുവിനറിയാം അങ്ങനെ ഒന്ന് സംവിധാനിച്ചു വെച്ചിട്ടുണ്ട് എന്ന്. അതുകൊണ്ട് ഖുർആനിന്റെ ഓരോ പേജിലും എന്ന രൂപത്തിൽ അള്ളാഹു ആ നരകത്തെ കുറിച്ച് താക്കീത് നൽകിയിട്ടുണ്ട്. ആ ദൃഢവിശ്വാസമുള്ള ഒരു മനുഷ്യൻ ആ നരകശിക്ഷയിൽ അകപ്പെടരുത് എന്ന ബോധമുള്ളവനായിരിക്കും. അതുകൊണ്ട് അവൻ ദിവസവും പ്രാർത്ഥിക്കും, റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമ. അതിന്റെ ശിക്ഷ എന്ന് പറഞ്ഞാൽ വിട്ടൊഴിയാത്തതാണ് റബ്ബേ, രക്ഷപ്പെടാൻ സാധിക്കാത്തതാണ്. ഇന്നഹാ സാഅത് മുസ്തഖറൻ വ മുഖാമ, വളരെ മോശമായ ഒരു പാർപ്പിടവും സങ്കേതവുമാണല്ലോ റബ്ബേ, അതിൽ നിന്ന് രക്ഷപ്പെടുത്തണം എന്ന് പ്രാർത്ഥിക്കുന്നവരായിരിക്കും. ആ ബോധത്തോടു കൂടി പിന്നെ പറയുന്നത് എന്താ? ആ ബോധത്തോടു കൂടി ജീവിക്കുന്നവരായിരിക്കും ആ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ. വല്ലദീന ലാ യദ്ഊന, ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ വിശദീകരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഞാൻ ഇന്ന് വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു വിഷയം മാത്രമാണ് ഞാൻ പറയുന്നത്. വല്ലദീന ലാ യദ്ഊന മഅല്ലാഹി ഇലാഹൻ ആഖർ, അല്ലാഹുവിന് പുറമെ ഒരു ഇലാഹിനെയും അവർ സങ്കല്പിക്കില്ല. അവരുടെ ഇബാദത്തിന്റെ ഒരു രൂപവും അല്ലാഹു അല്ലാത്തവരിലേക്ക് അവർ സമർപ്പിക്കില്ല. എന്നിട്ടോ വല്ലദീന ലാ യദ്ഊന മഅല്ലാഹി ഇലാഹൻ ആഖർ വലാ യഖ്തുലൂന അൻ-നഫ്സല്ലത്തി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്, അല്ലാഹു സൃഷ്ടിച്ച ഒരു സൃഷ്ടിയെയും അവർ ഇല്ലാതെയാക്കുന്നില്ല. അള്ളാഹു ആദരിച്ചുകൊണ്ട് സൃഷ്ടിച്ചതാണ് ഭൂമുഖത്തുള്ള മുഴുവൻ മനുഷ്യരെയും. ഒരാളെയും ഒരു മുഅ്മിൻ ഇല്ലാതെയാക്കുകയില്ല, കൊല്ലുകയില്ല എന്ന്. അതാ പിന്നെ വലാ യഖ്തുലൂന അൻ-നഫ്സല്ലത്തി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ് വലാ യസ്നൂൻ, അവർ വ്യഭിചരിക്കുകയില്ല. ഇബാദുർ റഹ്മാന്റെ വിശേഷണം പറഞ്ഞപ്പോ അവര് അള്ളാഹു അല്ലാത്ത ഒരു ഇലാഹിലേക്ക് അവരുടെ ആരാധനയുടെ ഒരു രൂപവും സമർപ്പിക്കില്ല. അവര് ഒരു സൃഷ്ടിയെയും ഹനിക്കുകയില്ല, കൊല്ലുകയില്ല, അവർ വ്യഭിചരിക്കുകയില്ല എന്ന് പറഞ്ഞു. അവിടെ ഖുർആൻ വ്യഭിചരിക്കുകയില്ല എന്ന് മാത്രം പറഞ്ഞു നിർത്തിയിട്ടില്ല. ഖുർആൻ പല സ്ഥലങ്ങളിൽ ഈ വ്യഭിചാരത്തെ കുറിച്ച് പറയുകയും അതിന്റെ ഗൗരവം ഉണർത്തുകയും അതിനൊരിക്കലും പെട്ടുപോകരുത് എന്ന് പഠിപ്പിക്കുകയും വ്യഭിചാരത്തിലേക്ക് മനുഷ്യരെ എത്തിക്കുന്ന എല്ലാ സാധ്യതകളും ഇല്ലാതെ ആക്കുകയും ചെയ്തിട്ടുണ്ട്.
വിശുദ്ധ ഖുർആൻ വ്യഭിചാരത്തിലേക്ക് മനുഷ്യരെത്തുന്നതിനുള്ള എല്ലാ സാധ്യതകളും അടച്ചു കളഞ്ഞിട്ടുണ്ട്. പുരുഷനോട് ഖുർആൻ പറഞ്ഞു സൂറത്തുൻ നൂറിൽ, വഖുല്ലിൽ മുഅ്മിനീന യഗ്ദൂ മിൻ അബ്സാരിഹിം വയഹ്ഫദൂ ഫുറൂജഹും. മാന്യമായി വസ്ത്രം ധരിക്കാതെ താന്തോന്നികളായി നടക്കുന്ന ഒരുപാട് പെണ്ണുങ്ങൾ ഉണ്ടാവും നാട്ടിൽ. നിങ്ങളുടെ ബാധ്യത എന്താണ്? വഖുല്ലിൽ മുഅ്മിനീന, വിശ്വാസികളായ ആളുകൾ പുരുഷന്മാരോട് പറയുക, യഗ്ദൂ അബ്സാരഹും, അവരുടെ കണ്ണുകളെ ആ സന്ദർഭങ്ങളിൽ അവർ താഴ്ത്തട്ടെ, വയഹ്ഫദൂ ഫുറൂജഹും, അവരുടെ ലൈംഗിക അവയവങ്ങളെ അവർ സംരക്ഷിക്കട്ടെ, അതാണ് അവർക്ക് വിശുദ്ധമായിട്ടുള്ളത്, അവരുടെ വിശുദ്ധിക്ക് അതാണ് നല്ലത്. അതുപോലെ തന്നെ സ്ത്രീകളോടും പറഞ്ഞു, വിശ്വാസിനികളായ സ്ത്രീകളോട് പറയുക, അവരുടെ കണ്ണുകളെ താഴ്ത്താൻ, അവരുടെ ലൈംഗിക അവയവങ്ങളെ സംരക്ഷിക്കാൻ, പുരുഷന്മാർ കണ്ടാൽ ആകൃഷ്ടരാകുന്ന രൂപത്തിലുള്ള ശരീര പ്രകൃതിയിലാണ് സ്ത്രീകൾ സൃഷ്ടിക്കപ്പെട്ടത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ശരീരഭാഗങ്ങൾ നിങ്ങൾ അന്യ പുരുഷന്മാരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കരുത്. നിങ്ങളുടെ അഴക് നിങ്ങൾ വെളിപ്പെടുത്തരുത്, ഇല്ലാമാ ലഹറമിന്ന, അതിൽ നിന്ന് സ്വാഭാവികമായും പ്രകടമായ മുൻകൈയും മുഖവും ഒഴിച്ചുള്ള ബാക്കി ഭാഗങ്ങളല്ലാതെ. അപ്പം വളരെ കൃത്യമായിട്ട് വിശുദ്ധ ഖുർആൻ പുരുഷനോടും സ്ത്രീയോടും കണ്ണിനെ താഴ്ത്താൻ പറഞ്ഞു. മാത്രമല്ല, ലൈംഗിക കാര്യത്തിൽ ഏറ്റവും കൂടുതൽ താല്പര്യം കാണിക്കുക പുരുഷന്മാരായിരിക്കും എന്നതുകൊണ്ട് പുരുഷന്മാരെ ആകർഷിക്കുന്ന രൂപത്തിലുള്ള ഒരു കാര്യവും സ്ത്രീകളിൽ നിന്നുണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞു. സൂറത്ത് അഹ്സാബില് ഖുർആൻ പറഞ്ഞു, നിങ്ങൾ വാക്കുകൊണ്ട് കൊഞ്ചിക്കൊഴഞ്ഞ് സംസാരിക്കുന്ന, പുരുഷന്റെ മനസ്സിൽ താല്പര്യമുണ്ടാക്കുന്ന രൂപത്തിൽ കൊഞ്ചിക്കൊഴഞ്ഞ് സംസാരിക്കുക പോലും ചെയ്യരുത്. ഒരു സംസാരം കൊണ്ട് പോലും പുരുഷന്റെ മനസ്സിനെ, ദുർബല മനസ്സിനെ തിന്മയിലേക്ക് നയിക്കുന്ന രൂപത്തിൽ അവരോട് നിങ്ങൾ സംസാരിക്കരുത്. അള്ളാഹുവിന്റെ ഖുർആനാണ്. അതുപോലെ തന്നെ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സിൻഫാനി മിൻ അഹ്ലിന്നാർ, നരകത്തിന്റെ ആളുകളായ രണ്ട് വിഭാഗം ആളുകൾ, ലം അറഹുമ, അവരെന്റെ കണ്ണിൽ പെടാതിരിക്കട്ടെ. എന്നിട്ട് റസൂൽ പറഞ്ഞു, റിജാലുൻ ബിഐദിഹിം സിയാത്തുൻ കഅദ്നാബിൽ ബഖരി, പശുവിന്റെ വാല് പോലെയുള്ള ചാട്ടവാറുകൾ കയ്യിലുള്ള ചില പുരുഷന്മാരാണ്, അക്രമികളായ ഭരണാധികാരികളാണ് അതുകൊണ്ട് ഉദ്ദേശം. എന്നിട്ട് രണ്ടാമത്തെ വിഭാഗത്തെ പറഞ്ഞത് നിസാഉൻ കാസിയാത്തുൻ ആരിയാത്തുൻ മാഇലാത്തുൻ മുമീലാത്ത്. നിസാഉൻ കാസിയാത്തുൻ ആരിയാത്ത്, വസ്ത്രം ധരിച്ച നഗ്നകൾ. വസ്ത്രം ധരിച്ച നഗ്നകൾ ഇന്നത്തെ കാലഘട്ടത്തിൽ, മുമ്പൊരു കാലഘട്ടത്തിൽ 10-40 വർഷം മുമ്പേ നമുക്ക് ഭക്ഷണത്തിന് പോലും ഗതിയില്ലാത്തൊരു കാലഘട്ടത്തിൽ ഈ ശരീരത്തിന്റെ കൊഴുപ്പ് പ്രകടമാക്കി നടക്കുന്ന രീതിയൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്നിപ്പോ ഇഷ്ടംപോലെ ഭക്ഷണമുണ്ട്, വസ്ത്രമുണ്ട്, അങ്ങനെ അഴിഞ്ഞാടാൻ പറ്റുന്ന ഒരു അവസരമാണ്. ആ അവസരത്തിൽ അള്ളാഹുവിന്റെ റസൂൽ പറയാ, കാസിയാത്തുൻ ആരിയാത്ത്, വസ്ത്രം ധരിച്ച നഗ്നകൾ റോട്ടിലൂടെ അങ്ങനെ നടക്കുന്ന അങ്ങനെ സ്ത്രീകൾ. മാഇലാത്തുൻ മുമീലാത്ത്, കൊഞ്ചിക്കുഴഞ്ഞ് നടക്കുന്ന സ്ത്രീകൾ. റുഊസുഹുന്ന കഅസ്നിമത്തിൽ ബുഖ്തി, ഒട്ടകത്തിന്റെ പൂഞ്ഞ പോലെയുള്ള മുടി ആക്കി വെച്ചിട്ടുള്ള സ്ത്രീകൾ. ലാ യദ്ഖുൽനൽ ജന്ന, അവർ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയില്ല. വലാ യജിദ്ന റീഹഹ, ആ സ്വർഗ്ഗത്തിന്റെ വാസന പോലും അവർ അനുഭവിക്കുകയില്ല. അവർ ഒന്ന്, പുരുഷന്മാരുടെ മനസ്സിൽ താല്പര്യമുണ്ടാക്കുന്ന രൂപത്തിൽ കൊഞ്ചിക്കുഴഞ്ഞ് സംസാരിക്കാൻ പാടില്ല, ആ രൂപത്തിൽ വസ്ത്രധാരണം ഉണ്ടാവാൻ പാടില്ല, ആ രൂപത്തിൽ ഇടപഴകാൻ പാടില്ല, അച്ചടക്കത്തോടു കൂടി ജീവിക്കണം എന്ന് സ്ത്രീകളോട് പറഞ്ഞു. കാരണം പുരുഷന്മാരെ കുറിച്ച് എന്ന് അള്ളാഹു പറഞ്ഞത് പുരുഷന്മാരെ ഉദ്ദേശം പുരുഷന്മാർ ദുർബലരായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു സ്ത്രീകളുടെ കാര്യത്തിൽ എന്ന്. അപ്പം പുരുഷന്റെ ദൗർബല്യത്തെ ചൂഷണം ചെയ്തുകൊണ്ട് അവരിൽ ചീത്ത വികാരങ്ങൾ ഉണ്ടാക്കുന്ന രൂപത്തിലുള്ള ഒരു സമീപനം സ്ത്രീകളിൽ നിന്നുണ്ടാവാൻ പാടില്ല. അതുപോലെ തന്നെ നോക്കൂ നിങ്ങൾ, റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിനോട് പറയാം. ആരാണ് സഹാബത്ത് എന്ന് പറഞ്ഞാൽ? സഹാബത്ത് എന്ന് പറഞ്ഞാൽ അവരുടെ ഈമാൻ കൊണ്ട് റളിയല്ലാഹു അൻഹും വറളു അൻഹു അള്ളാഹ് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുള്ള ആളുകളാണ്. അള്ളാഹു അവരെ തൃപ്തിപ്പെട്ടിരിക്കുന്നു, അവർ അള്ളാഹുവിനെയും തൃപ്തിപ്പെട്ടിരിക്കുന്നു. ആ നിലക്ക് വിശ്വാസം കൊണ്ട് അള്ളാഹുവിന്റെ തൃപ്തി നേടിയ സഹാബത്തിനോട് റസൂലുള്ള പറയാണ്, നിങ്ങൾ ഒരു രാവും ഒരു പകലും ഒരു അന്യ സ്ത്രീയും ഒരു അന്യ പുരുഷനും തനിച്ച് യാത്ര ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ നിങ്ങൾ ഒരു അന്യ സ്ത്രീയും ഒരു അന്യ പുരുഷനും ഒരു വീട്ടിൽ തനിച്ചാവാൻ പാടില്ല. ഇതൊക്കെ ആരോടാണ് ഈ പറയുന്നത്? റളിയല്ലാഹു അൻഹു, അള്ളാഹ് തൃപ്തിപ്പെട്ടിരിക്കുന്നു, അള്ളാഹ് സർട്ടിഫിക്കറ്റ് കൊടുത്ത വിശ്വാസികളോടാണ് ഈ പറയുന്നത്.
അപ്പൊ ഈമാൻ മനുഷ്യ പിശാചി ഇടപെടുകയും തിന്മയിൽ അകപ്പെട്ടു പോവുകയും ചെയ്യാനുള്ള സാധ്യത ഉണ്ട് എന്നതുകൊണ്ട് റസൂൽ തിരുമേനി സഹാബത്തിനോട് പോലും പറയാണ്, നിങ്ങൾ ഒരു സ്ത്രീയും ഒരു പുരുഷനും ഒന്നിച്ചൊരു രാവും പകലും യാത്ര ചെയ്യാൻ പാടില്ല. സഹാബികൾ നിങ്ങൾക്ക് കുഴപ്പമില്ല, അല്ലാത്തവർക്കൊന്നും ആണെങ്കിൽ പ്രശ്നമൊന്നും പറഞ്ഞിട്ടില്ല. സഹാബികളോട് പോലും പറയും. അപ്പൊ മുഅ്മിനീങ്ങളോടാണ് ഈ പറയുന്നത്, നിങ്ങളുടെ മനുഷ്യൻ എന്ന നിലക്ക് ദൗർബല്യം നിങ്ങളൊക്കെ ബാധിക്കും. അതുകൊണ്ട് നിങ്ങൾ ഒരു സ്ത്രീയും ഒരു പുരുഷനും ഒരു രാത്രിയും ഒരു പകലും ഒന്നിച്ച് യാത്ര ചെയ്യാൻ പാടില്ല. ഒരു സ്ത്രീയും ഒരു പുരുഷനും ഒന്നിച്ചൊരു വീട്ടിൽ തനിച്ചാവാൻ പാടില്ല. അതൊക്കെ തിന്മയിലേക്ക് നയിക്കാനുള്ള സാഹചര്യം ഉണ്ടാവും. എന്തിനാണ് ഇത്ര കൃത്യമായിട്ട് പുരുഷന്മാരോടും സ്ത്രീകളോടും കണ്ണിനെ താഴ്ത്താനും അച്ചടക്കം പാലിക്കാനും ലൈംഗിക താല്പര്യം ഉണ്ടാക്കുന്ന രൂപത്തിൽ പരസ്പരം സംസാരിക്കാതിരിക്കാനും ഒക്കെ പറഞ്ഞിട്ടുള്ളത്? സമൂഹം വളരെ അച്ചടക്കമുള്ള, നാൽക്കാലികളെ പോലെ ലക്കും ലഗാനുമില്ലാത്ത, തന്തയാരെന്നറിയാത്ത ഒരു സമൂഹം ഇവിടെ രൂപപ്പെടാൻ പാടില്ല. വളരെ കൃത്യമായ അച്ചടക്കമുള്ള, അന്തസ്സുള്ള, അഭിമാനമുള്ള ഒരു സമൂഹമായിരിക്കണം മനുഷ്യ സമൂഹം എന്ന് അള്ളാഹുവിന് നിർബന്ധമുണ്ട്. ആ നിലക്ക് ആയിരിക്കണം എന്നാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത്. അതാണ് മനുഷ്യരോട് പറയുന്നത്. പ്രവർത്തന സ്വാതന്ത്ര്യം നൽകപ്പെട്ട മനുഷ്യരോട് പറയുന്നത് അതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെ കൃത്യമായ അച്ചടക്കത്തോട് കൂടി ജീവിക്കണം. നിങ്ങളുടെ ജീവിത ഭൗതിക ലോകത്തുള്ള ജീവിതത്തിന്റെ പരിശുദ്ധിക്ക് അതാണ് നല്ലത്. ആ അച്ചടക്കത്തോടു കൂടി ജീവിക്കുന്നതാണ് നല്ലത്. അപ്പൊ യഥാർത്ഥത്തില് മനുഷ്യരെ എല്ലാവരും ഈ അച്ചടക്കത്തോടു കൂടി ജീവിക്കുമ്പോ, അന്തസ്സും അഭിമാനവും നിലനിർത്തിക്കൊണ്ട് ജീവിക്കുമ്പോ, അത് പലർക്കും അവരുടെ ലൈംഗികമായ താല്പര്യങ്ങൾ, അവരുടെ ഇഷ്ടങ്ങൾക്ക് എതിരാവും. ഭൗതികവാദികളായ മനുഷ്യപിശാചുക്കളായിട്ടുള്ള ആളുകൾ, ഭൗതികവാദികളായിട്ടുള്ള മനുഷ്യപിശാചുക്കളായിട്ടുള്ള ആളുകൾക്ക് ഈ ധാർമ്മിക മൂല്യങ്ങൾ ഇത്ര കൃത്യമായി നിലനിൽക്കുന്നത് ഒരിക്കലും സഹിക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ആ ധാർമ്മികതയുടെ അതിർവരമ്പുകളെ എങ്ങനെയെങ്കിലും തച്ചുടക്കണം എന്ന്, അതിനെന്തൊക്കെ മാർഗങ്ങളുണ്ട് എന്ന് അവരിങ്ങനെ കുലങ്കുശമായി ചിന്തിച്ചും ആലോചിച്ചും കൊണ്ടിരിക്കാൻ. അങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കാൻ. സ്ത്രീയും പുരുഷനും ഒരേപോലെ വസ്ത്രം ധരിക്കണം എന്ന് പറയുന്നതും, അതുപോലെ തന്നെ ഡാൻസ് കളിക്കണം എന്ന് പറയുന്നതും ഒക്കെ അതുകൊണ്ടാണ്. അപ്പൊ നോക്കൂ നിങ്ങൾ, ഇപ്പൊ കഴിഞ്ഞ ആഴ്ച ഒരു ഡോക്ടർ പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടു. പ്രായപൂർത്തിയായ ഒരു പെണ്ണ് ഒരു പുരുഷന്റെ മുമ്പിൽ നിന്ന് അവളുടെ ശരീരഭാഗങ്ങൾ കുലുക്കിക്കൊണ്ട് ഡാൻസ് ചെയ്താൽ, പ്രായപൂർത്തിയായ ഒരു പെണ്ണ് ഒരു പുരുഷന്റെ മുമ്പിൽ, പ്രായപൂർത്തിയെത്തിയ ഒരു പുരുഷന്റെ മുമ്പിൽ അവളുടെ ശരീരഭാഗങ്ങൾ കുലുക്കിക്കൊണ്ട് ഡാൻസ് ചെയ്താൽ മനസ്സിൽ ഒന്നും തോന്നാത്ത പുരുഷനാണെങ്കിൽ ആ പുരുഷനെ ചികിത്സിക്കണം എന്നാണ്. അവന്റെ ടെസ്റ്റോസ്റ്റിറോൺ പരിശോധിക്കണം എന്നാണ്. അവന്റെ പൗരുഷം പരിശോധിക്കണം എന്നാണ്. അതുകൊണ്ട് തന്നെയാണ് അള്ളാഹുവിന്റെ റസൂൽ ഇതൊക്കെ ഈ കാര്യങ്ങളൊക്കെ നിർദ്ദേശിച്ചിട്ടുള്ളത്. പുരുഷൻ ദുർബലനായിട്ടാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ഫി അജലിൻ നിസായി, സ്ത്രീകളുടെ കാര്യത്തിൽ നിങ്ങൾ നോക്കൂ. പുരുഷന്മാര് ഡാൻസ് ചെയ്താൽ കാണാൻ നൽകണമെന്ന് ആൾക്കാരുണ്ടാവില്ല. ഡാൻസ് ചെയ്താൽ കാണാൻ ആളുണ്ടാവണേ സ്ത്രീകൾ ചെയ്യണം. അപ്പൊ ഈ ഡാൻസ്, ഇത്തരം കാര്യങ്ങൾക്കൊക്കെ, കുത്തഴിഞ്ഞ സംസ്കാരത്തിനൊക്കെ മുസ്ലിമീങ്ങൾ എതിരാണ്. മുസ്ലിമീങ്ങൾക്ക് കൃത്യമായ ഒരു ചട്ടക്കൂടുണ്ട്, അച്ചടക്കമുണ്ട്. അതെങ്ങനെയെങ്കിലും ഒന്ന് തകർത്ത് കിട്ടണം. എങ്കിൽ മാത്രമേ ഞങ്ങൾ വിചാരിച്ച രൂപത്തിലുള്ള ഒരു സൊസൈറ്റി ഇവിടെ രൂപപ്പെടുകയുള്ളൂ എന്ന കുറുക്കന്റെ കൗശലമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ സമൂഹത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നോക്കൂ നിങ്ങൾ, ഏതൊരു സമൂഹത്തെയും നശിപ്പിക്കാൻ ആ സമൂഹത്തിന്റെ ആളുകളായിട്ട് അതിന്റെ വേഷം കെട്ടിയിട്ട് ആ സമൂഹത്തിനുള്ളിൽ പ്രവർത്തിച്ചാൽ മതിയെന്നാ. അപ്പൊ നമുക്ക് കാണാം, പർദ്ദയും മഫ്തയും ഇട്ട് ലോട്ടറി വിൽക്കുന്ന ആളുകളെ കാണാം. പർദ്ദയും മഫ്തയും ഇട്ടിട്ട് റിയാലിറ്റി ഷോയിൽ ഡാൻസ് ചെയ്യുകയും ഡാൻസ് കാണാൻ വരികയും ഇങ്ങനെ കുറെ എല്ലാ വൃത്തികെട്ട സദസ്സുകളുടെ മുമ്പിലും കുറെ മഫ്തയും പർദ്ദയും ഇട്ട സ്ത്രീകളെ നമുക്ക് കാണാം. അവർ മുസ്ലിം നാമധാരികളായിരിക്കാം, അല്ലാതിരിക്കാം. പക്ഷെ എന്താണ് അത് സമൂഹത്തിന് ഒരു സന്ദേശം നൽകുക? ഇതൊക്കെ എല്ലാവർക്കും അനുവദനീയമായ കാര്യമാണ്, നിങ്ങൾക്കെല്ലാം ഇതൊക്കെ അനുവദിച്ചതാണ് എന്ന് സമൂഹത്തിന് ഒരു സന്ദേശം നൽകുക. എന്നിട്ട് ഈ സമുദായത്തെ ധാർമ്മികമായിട്ട് തകർക്കുക, നശിപ്പിക്കുക. ഇതാണ് ഉദ്ദേശം. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ സമുദായത്തിലെ പെൺകുട്ടികൾ മനസ്സിലാക്കേണ്ടത്, മഫ്തയും പർദ്ദയും ഒക്കെ ആർക്കും ടെക്സ്റ്റൈൽസിൽ നിന്ന് വാങ്ങാൻ കിട്ടും, ആർക്കും പണം കൊടുത്താൽ വാങ്ങാൻ കിട്ടും. പക്ഷെ ഈമാനും തഖ്വയും അത് ടെക്സ്റ്റൈൽസിൽ നിന്ന് വാങ്ങാൻ കിട്ടൂല, അത് എവിടെ നിന്നും വാങ്ങാൻ കിട്ടൂല. അത് അള്ളാഹുവിന്റെ ഖുർആൻ, ആ ഖുർആനിലേക്ക് അടുക്കുക, അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്ത ഉണ്ടാവുക, മരണത്തെ കുറിച്ചുള്ള ചിന്ത ഉണ്ടാവുക, റബ്ബിന്റെ അടുക്കലേക്ക് തിരിച്ചു പോകണമെന്നുള്ള ഉറച്ച വിശ്വാസം ഖുർആനിൽ നിന്ന് ലഭിക്കുക. അവർക്ക് മാത്രമേ ഈമാനും തഖ്വയും ഉണ്ടാവൂ.
മറ്റേത് പൈസ കൊടുത്താൽ കിട്ടും. താടി നമുക്ക് നീട്ടാൻ പറ്റും, നിസ്കാര ടൈം നിലത്തിട്ട് വരച്ചിട്ടുണ്ടാക്കാൻ പറ്റും. പക്ഷെ ഈമാനും തഖ്വയും അങ്ങനൊന്നും ഉണ്ടാക്കാൻ പറ്റൂല. അതുകൊണ്ട് ഈമാനും തഖ്വയുള്ള ആളുകൾക്ക് ജീവിതത്തിൽ കൃത്യമായ അച്ചടക്കം ഉണ്ടാകും. അതാണ് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഫുർഖാനിന്റെ അവസാന ഭാഗത്തിൽ ഇബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ അർളി ഹൗന എന്ന വിശേഷണം പറഞ്ഞിട്ട് വിശ്വാസികളുടെ കുറെ ഗുണങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ആ ഗുണം അനുസരിച്ച് ജീവിക്കുന്ന വിശ്വാസി അവന്റെ സംസാരത്തിൽ അച്ചടക്കം ഉണ്ടാവും, അവന്റെ നടത്തത്തിൽ അച്ചടക്കം ഉണ്ടാകും. സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും അവൾക്ക് കൃത്യമായ അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പാലിക്കണമെന്ന ചിന്തയുണ്ടാകും. അള്ളാഹുവിന്റെ കോപത്തിനിരയാവുന്നതൊന്നും ഞാൻ ചെയ്യാൻ പാടില്ല എന്ന ചിന്ത ഉണ്ടാവും. ഇന്നിപ്പം മുസ്ലിം സ്ത്രീകള് സൂംബയല്ല, ഞങ്ങൾക്ക് ക്യാബറ ഡാൻസോ അതല്ല DJ പാർട്ടിയോ നടത്തണമെങ്കിൽ അത് പറഞ്ഞാൽ ഞങ്ങൾ റെഡിയാണ് എന്നിടത്താണ് മുസ്ലിം സമുദായത്തിലെ മഫ്തയും പറഞ്ഞിട്ട പെണ്ണുങ്ങളുള്ളത്. പക്ഷെ അവര് ഈമാനും തഖ്വയും ഉൾക്കൊള്ളുന്നവരല്ല. പർദ്ദയും മഫ്തയിട്ടത് കൊണ്ട് മുസ്ലിം ആവൂല. ഈമാനും തഖ്വയും ഉൾക്കൊണ്ട ആളുകൾ അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങളെ കൃത്യമായി ശ്രദ്ധിക്കുന്നവരും അള്ളാഹുവിന്റെ തൃപ്തിക്ക് യോജിക്കാത്ത അള്ളാഹുവിന്റെ കോപത്തിനിരയാവുന്ന കാര്യങ്ങളിൽ നിന്ന് ഞാൻ വിട്ടുനിൽക്കണം എന്ന് ചിന്തയുള്ളവരായിരിക്കും. എന്റെ ശരീരം അന്യ പുരുഷന്റെ മുമ്പിൽ കുലുക്കിയാൽ, അതിന്റെ നിമ്നോന്നതികൾ പ്രദർശിപ്പിച്ചുകൊണ്ട് കുലുക്കിയാൽ അത് പുരുഷനിൽ ചീത്ത ചിന്ത ഉണ്ടാക്കും. അതുകൊണ്ട് അള്ളാഹു വിലക്കിയിട്ടുണ്ട്. ഒരു പുരുഷന്റെ മനസ്സിൽ ആഗ്രഹം ജനിപ്പിക്കുന്ന ഒരു സംസാരം പോലും എന്റെ ഭാഗത്ത് ഉണ്ടാവാൻ പാടില്ല എന്ന് അള്ളാഹുവിന്റെ ഖുർആൻ എന്നോട് കൽപ്പിച്ചിട്ടുണ്ട്, റബ്ബ് എന്നോട് കൽപ്പിച്ചിട്ടുണ്ട്. ആ ബോധമുള്ളവരായിരിക്കും മുസ്ലിം സ്ത്രീ. അല്ലാതെ പർദ്ദയും മഫ്തയിട്ടവരല്ല മുസ്ലിം. അവര് തുള്ളുന്നുണ്ടാകും, തുള്ളിക്കോട്ടെ. പക്ഷെ മുഅ്മിനീങ്ങൾ ഈ കാര്യം ആലോചിക്കണം. ഞാൻ തുടക്കത്തിൽ ഓതിക്കേൽപ്പിച്ച ആയത്ത് എന്താണ്? യാ അയ്യുഹല്ലദീന ആമനു, ഏ വിശ്വാസികളെ, ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ, നിങ്ങൾ പൂർണ്ണമായും അല്ലാഹുവിന് കീഴൊതുങ്ങുന്നതിൽ പ്രവേശിക്കണം. വലാ തത്തബിഉ ഖുതുവാതി ശൈത്താൻ, പിശാചിന്റെ കാൽപ്പാടുകളെ നിങ്ങൾ പിന്തുടരരുത്. ഇതൊക്കെ പിശാചിന്റെ കാൽപ്പാടുകളാണ്. മനുഷ്യനെ ധാർമ്മികതയിൽ നിന്ന് അകറ്റുക, എന്നിട്ട് താന്തോന്നികളായിട്ട് എല്ലാ സുഖങ്ങളും ആസ്വദിച്ചുകൊണ്ട് യാതൊരു വിധിവിലക്കുകളും നിയന്ത്രണങ്ങളും ഇല്ലാതെ ജീവിക്കുക, അതൊക്കെ പിശാചിന്റെ മാർഗങ്ങളാണ്. കൃത്യമായ അച്ചടക്കത്തോടുകൂടി ധാർമ്മിക മൂല്യങ്ങളോടുകൂടി അന്തസ്സോടും അഭിമാനത്തോടും കൂടി ജീവിക്കുക, അത് അള്ളാഹു പഠിപ്പിച്ച മാർഗമാണ്. അതുകൊണ്ട് അള്ളാഹ് പറയാ, വലാ തത്തബിഉ ഖുതുവാതി ശൈത്താൻ, ശൈത്താന്റെ കാൽപ്പാടുകളെ നിങ്ങൾ പിന്തുടരരുത്. ഇന്നഹു ലക്കും അദുവ്വുൻ മുബീൻ, അവൻ നിങ്ങൾക്ക് വ്യക്തമായ ശത്രുവാണ് പിശാച്. അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഓരോ മുഅ്മിനും മനസ്സിൽ കല്ലിൽ കൊത്തിവെച്ച പോലെ കൊത്തിവെച്ചോളൂ. നിങ്ങൾ വഴുതിപ്പോയാൽ ആ പ്രയോഗമൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾ പോലും അറിയാതെ നമ്മൾ വഴികേടിൽ അകപ്പെടുന്നത് നമ്മൾ പോലും അറിയാതെയാണ് വഴികേടിൽ അകപ്പെടുക. ഈ ഡാൻസിലേക്കും മറ്റ് കൂത്താട്ടങ്ങളിലേക്കും അത് തിന്മയാണ് എന്ന് നമ്മൾ പോലും അറിയാതെയാണ് അകപ്പെടുക. മസീഹുൽ ദജ്ജാൽ എന്ന വാക്കിന് അങ്ങനെ ഒരു അർത്ഥം ഉണ്ട് എന്നാണ്. മസീഹുൽ ദജ്ജാൽ 2 നിലക്കുണ്ടെന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ഒന്ന്, യഥാർത്ഥ രൂപത്തിൽ മനുഷ്യനെ തിന്മയിലും അധർമ്മത്തിലും അകപ്പെടുത്തുന്ന ദജ്ജാൽ. മറ്റൊന്ന്, നമ്മൾ പോലും അറിയാതെ നമ്മെ തഴുകിത്തലോടി വഴികേടിലേക്ക് നയിക്കുന്നതും മസീഹുൽ ദജ്ജാലാണ്. അപ്പം അവസാന കാലഘട്ടത്തിൽ വരുന്ന മസീഹുൽ ദജ്ജാലുകളിൽപ്പെട്ട എല്ലാ ചാനലുകളും അതിൽ നിന്നൊക്കെ വിശ്വാസികൾ വിട്ടു നിൽക്കണം. അള്ളാഹ് പറയാ, ഫഇൻ സലൽതും, നിങ്ങൾ വഴുതി പോകുന്നുവെങ്കിൽ, മിൻ ബഅദി മാ ജാഅതുകുമുൽ ബയ്യിനാതു, വ്യക്തമായ ദൃഷ്ടാന്തം നിങ്ങൾക്ക് വന്നെത്തിയ ശേഷം സത്യമാർഗത്തിൽ നിന്ന് നിങ്ങൾ വഴുതി പോകുന്നുവെങ്കിൽ, ഫഅലമു, നിങ്ങൾ അറിയണം, അന്നല്ലാഹ അസീസുൻ ഹകീം, പ്രതാപവാനും യുക്തിമാനുമാണ് റബ്ബ്. നിങ്ങളുടെ ധാർമ്മിക മൂല്യം അള്ളാഹുവിന് ആവശ്യമില്ല. നിങ്ങൾ തത്വമുള്ളവരായി അച്ചടക്കത്തോടു കൂടി ജീവിക്കുന്നുവെങ്കിൽ ഈ ഭൗതിക ലോകത്ത് സന്തോഷത്തോടു കൂടി സമാധാനത്തോടു കൂടി കുടുംബജീവിതം നിങ്ങൾക്ക് നയിക്കാം, നിങ്ങൾക്ക് ഭൗതിക ജീവിതത്തിൽ വിജയം നേടാം. അതിലുപരി ആഖിറത്തിൽ നിങ്ങൾക്ക് അത്യുന്നതമായ സ്ഥാനവും പദവിയും നിങ്ങൾക്ക് നേടാം. ഇനി നിങ്ങൾ ഈ ഭൂമിയിൽ അങ്ങേയറ്റത്തെ തമ്മാടിയുടെ രൂപത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിലോ അതുകൊണ്ട് എനിക്കോ എന്റെ അധികാരത്തിനോ യാതൊരു തകരാറും വരാനില്ല. അതാ ഫഅലമു, നിങ്ങൾ അറിയണം, അന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു അസീസ്, പ്രതാപവാനാണ്. അള്ളാഹുവിന്റെ പ്രതാപത്തിന് യാതൊരു കോട്ടവും തട്ടില്ല. നമ്മളെല്ലാം അള്ളാഹുവിന്റെ റസൂൽ വളരെ കൃത്യമായി പറഞ്ഞു, ആദം നബി അലൈഹിസ്സലാം മുതൽ അവസാന കാലം വരെ വരുന്ന മുഴുവൻ മനുഷ്യരും അങ്ങേയറ്റത്തെ തമ്മാടിയുടെ രൂപത്തിൽ ജീവിച്ചാലും മാ നഖസ ദാലിക ഫീ മുൽക്കി ശൈഅ, എന്റെ
എന്റെ അധികാരത്തിൽ അത് യാതൊരു തകരാറും വരുത്തുകയില്ല. അതാ വഅലമു, നിങ്ങൾ അറിയണം, അന്നല്ലാഹ അസീസ്, അള്ളാന്റെ പ്രതാപത്തിന് ഒരു കോട്ടവും തട്ടില്ല. നിങ്ങൾ എല്ലാവരും തെമ്മാടികളായി ജീവിച്ചാലും അതിന്റെ അനന്തര ഫലം ദുനിയാവിലും ആഖിറത്തിലും നമ്മൾ അനുഭവിക്കണം. ഇവിടെ താന്തോന്നികളായി ജീവിക്കുന്നതിന്റെ ഫലം നമ്മൾ സമൂഹത്തിൽ വളരെ വ്യക്തമായിട്ട് കാണുകയാണ്. ഖുർആൻ അനുസരിച്ച് അതിന്റെ നിയമനിർദ്ദേശങ്ങൾ അനുസരിച്ച് ജീവിക്കുന്ന ഓരോ വ്യക്തിയും ഓരോ കുടുംബവും അന്തസ്സോടെ, സന്തോഷത്തോടെ, സമാധാനത്തോടു കൂടി ഈ നാട്ടിൽ ജീവിക്കുന്നത് നമ്മൾ കാണുകയാണ്. താന്തോന്നികളായി ജീവിക്കുന്ന ആളുകൾ എല്ലാം നശിച്ചവരായിട്ടും മറ്റുള്ളവരെ കൊല്ലുന്നവരായിട്ടും എല്ലാ സമാധാനവും നശിച്ചവരായിട്ടും ഈ സമൂഹത്തിൽ നമ്മൾ കാണുകയാണ്. അതാ അള്ളാഹ് പറഞ്ഞു, വഅലമു, നിങ്ങൾ അറിയണം, അള്ളാഹുവിന്റെ പ്രതാപത്തിന് ഒരു കോട്ടവും തെറ്റില്ല. നിങ്ങൾക്ക് ഭൗതിക ലോകത്ത് സന്തോഷത്തോടു കൂടി സമാധാനത്തോടു കൂടി ജീവിക്കണോ, അള്ളാഹുവിന്റെ നിയമങ്ങൾ അനുസരിക്കുക, ദീനിന്റെ നിയമനിർദ്ദേശങ്ങൾ തെറ്റിപ്പോവാതിരിക്കുക. നിങ്ങൾക്ക് ആഖിറത്തിൽ അത്യുന്നതമായ സ്ഥാനവും പദവിയും ലഭിക്കണോ എങ്കിൽ നിങ്ങൾ അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ തെറ്റിപ്പോവാതിരിക്കുക. ഫഇൻ സലൽതും, നിങ്ങൾ വഴുതി പോകുന്നുവെങ്കിൽ, മിൻ ബഅദി മാ ജാഅതുകുമുൽ ബയ്യിനാതു, വ്യക്തമായ ദൃഷ്ടാന്തം നിങ്ങൾക്ക് വന്നെത്തിയ ശേഷം നിങ്ങൾ വഴുതി പോകുന്നുവെങ്കിൽ, ഫഅലമു, നിങ്ങൾ അറിയണം, അന്നല്ലാഹ അസീസുൻ ഹകീം, അല്ലാഹു യുക്തിമാനും പ്രതാപവാനുമാകുന്നു. അല്ലാഹുവിന്റെ നിയമനിർദ്ദേശങ്ങളെ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് ഇഹലോകത്തും പരലോകത്തും വിജയം നേടിയെടുക്കുന്ന വിജയികളുടെ കൂട്ടത്തിൽ അല്ലാഹു എന്നെ നിങ്ങളിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദിൻ അഷ്റഫുൽ മഖ്ലൂഖീന റഹ്മത്തൽ ലിൽ ആലമീൻ വഅലാ ആലിഹി വസഹ്ബിഹി വഅലാ ജമീഇൽ അംബിയാഇ വൽ മുർസലീൻ വത്താബിഈന ലഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. ഇത്തഖുല്ലാഹ യാ ഇബാദല്ലാഹ്. ആദരണീയരായ സത്യവിശ്വാസികൾ, ഒരിക്കൽ കൂടി അള്ളാഹുവിന്റെ വിധിവിലക്കുകളെ ജീവിതത്തിൽ പാലിക്കണമേ എന്ന് എന്നോട് നിങ്ങളോട് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഇന്ന് ജൂലൈ 11 ലോക ജനസംഖ്യാ ദിനമാണ്. ഇങ്ങനെ ഒരു ദിനം പ്രത്യേകമായി നിശ്ചയിച്ചത് ഭൂമുഖത്ത് മനുഷ്യ വിഭവശേഷി ക്രമാതീതമായി കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നത് ജനങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ വേണ്ടിയാണ് ലോക ജനസംഖ്യാ ദിനം എന്നൊരു ദിനം നിശ്ചയിച്ചിട്ടുള്ളത്. 20ാം നൂറ്റാണ്ടിന്റെ 2ാം പകുതി എന്ന് പറഞ്ഞാൽ 1950 ശേഷമുള്ള കാലഘട്ടത്തിലാണ് ലോകത്തുടനീളം കുടുംബാസൂത്രണം നടപ്പിലാക്കിയത്. അത് റോബർട്ട് മാൽത്തൂസ് എന്ന ഒരു സാമ്പത്തിക ശാസ്ത്രകാരന്റെ തിയറി അനുസരിച്ചാണ്. അദ്ദേഹം പറഞ്ഞു, ലോകത്തുള്ള മനുഷ്യ ജനസംഖ്യ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നത് 2, 4, 8, 16, 32 എന്നിങ്ങനെ രൂപത്തിൽ ഇരട്ടിയായിട്ട് ജോമെട്രിക് പ്രോഗ്രഷൻ എന്നുള്ള നിലക്കാണ് മനുഷ്യ ജനസംഖ്യ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇവിടുത്തെ ഉൽപാദനം, കാർഷിക ഉൽപ്പന്നങ്ങളുടെ ഒക്കെ വർധനവുണ്ടാവുന്നത് 1, 2, 3, 4 എന്നുള്ള നിലക്ക്, അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്നുള്ള നിലക്കാണ്. അതുകൊണ്ട് ജനസംഖ്യ നിയന്ത്രിച്ചിട്ടില്ലെങ്കിൽ മനുഷ്യർ പട്ടിണിയിലാകും എന്ന ഒരു സിദ്ധാന്തം മുന്നോട്ട് വെച്ചിട്ട് ആദ്യം നാം 2, നമുക്ക് 2 എന്ന് പറഞ്ഞു. പിന്നീട് നാം 1, നമുക്ക് 1 എന്ന് പറഞ്ഞു. അതിനൊക്കെ പ്രോത്സാഹനം നൽകുകയും ഏറ്റവും കൂടുതൽ മുൻപന്തിയിൽ നിൽക്കുകയും ചെയ്യുന്ന രാജ്യങ്ങൾ ഇന്ന് കുട്ടികളെ പ്രസവിക്കണം എന്ന് പറയുകയും ആ പ്രസവിക്കുന്നവർക്ക് പാരിതോഷികങ്ങൾ കൊടുക്കുകയും അവരുടെ ചെലവുകൾ ഏറ്റെടുക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി. ഇതെന്തുകൊണ്ട് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, അള്ളാഹുവിലുള്ള വിശ്വാസം നമുക്ക് നഷ്ടപ്പെടുകയും അള്ളാഹു നൽകിയ മാർഗദർശനങ്ങളിൽ നിന്ന് ജനങ്ങൾ അകലുകയും ചെയ്തു എന്നതുകൊണ്ടാണ്. അള്ളാഹു വളരെ കൃത്യമായി പറഞ്ഞു, വലാ തഖ്തുലൂ ഔലാദകും ഖശിയത ഇംലാഖിൻ നഹ്നു നർസുഖുഹും വഇയ്യാകും ഇന്ന ഖത്ലഹും കാന ഖിത്അൻ കബീറാ. വലാ തഖ്തുലൂ ഔലാദകും ഖശിയത ഇംലാഖിൻ, ദാരിദ്ര്യത്തെ ഭയന്നുകൊണ്ട് നിങ്ങൾ കുട്ടികളെ കൊല്ലരുത്. ഖുർആൻ പറഞ്ഞതാണ്, ദാരിദ്ര്യം ഉണ്ടാവുമെന്ന് പേടിച്ചിട്ട് കുട്ടികളെ ഇല്ലാതാക്കാൻ പാടില്ല. നഹ്നു നർസുഖുഹും വഇയ്യാകും, നിങ്ങൾക്കും അവർക്കും ഒക്കെ ഭക്ഷണം നൽകുന്നത് നാമാണ്. ഭൂമുഖത്ത് എത്ര കോടി ജീവിവർഗങ്ങളുണ്ട്, സമുദ്രത്തിൽ മത്സ്യങ്ങളുണ്ട്. അവരൊന്നും മനുഷ്യരാരും തീറ്റി പോറ്റുന്നതല്ലല്ലോ. അപ്പം അള്ളാഹ് പറയാണ്, നിങ്ങൾ ദാരിദ്ര്യം പേടിച്ചുകൊണ്ട് കുട്ടികളെ കൊല്ലുന്ന ഒരു അവസ്ഥ നിങ്ങൾ ഉണ്ടാവും. നാം 1, നമുക്ക് 1 എന്നോ, നാം 2, നമുക്ക് 2 എന്നോ പറഞ്ഞ് നിയന്ത്രിക്കുന്ന ഒരു അവസ്ഥ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞു. ഇന്ന ഖത്ലഹും കാന
കബീറ, അങ്ങനെ അവരെ കൊല്ലുക എന്നത് പറഞ്ഞത് ഗുരുതരമായ പാപമാകുന്നു എന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ പിന്നെ ഈ പറഞ്ഞ രൂപത്തില് ഒരു നിയന്ത്രണം, നാം ഒന്ന് നമുക്കൊന്ന് എന്ന രൂപത്തിൽ ഒരു നിയന്ത്രണം വെക്കാതെ അള്ളാഹു കൽപ്പിച്ച രൂപത്തിൽ അത് പിന്നെ വായന കയറിയ ദൈവം അന്നം തരും എന്ന് പറഞ്ഞ് എത്രയും ആവാം എന്നുള്ള നിലക്ക് അങ്ങനെ കുട്ടികൾ ഉണ്ടാക്കണം എന്നുള്ള നിലക്കല്ല ഈ പറയുന്നത്. നമ്മള് പിന്നെ ഈ പറഞ്ഞ രൂപത്തില് വളരെ കർശനമായ ഒരു നിയന്ത്രണത്തിലേക്ക് മനുഷ്യർ പോവേണ്ടതില്ല എന്ന് അള്ളാഹു കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഖുർആനിൽ. അങ്ങനെ പോയതിന്റെ അനന്തരഫലമാണ് ഇന്ന് ലോകം അനുഭവിക്കുന്നതും. ഇത്തരത്തിലുള്ള ഒരു ദിനം അതിനായിട്ട് ജനങ്ങളെ ബോധവൽക്കരിക്കാൻ വേണ്ടി പ്രത്യേകമായി നിശ്ചയിക്കേണ്ടി വന്നതും നമ്മളൊക്കെ മനസ്സിലാക്കുക. അള്ളാഹുവിന്റെ ദീന് എപ്പോഴും മികച്ചു തന്നെ നിൽക്കും. അത് നമുക്ക് സമൂഹത്തിൽ വളരെ കൃത്യമായി പ്രകടമായി കാണാനും സാധിക്കും. എല്ലാ കാലഘട്ടത്തിലും നമ്മൾ കണ്ണും കാതും തുറന്ന് ജീവിക്കണമെന്ന് മാത്രം. അള്ളാഹുവിന്റെ ഖുർആനിന്റെ മഹത്വവും അതനുസരിച്ച് ജീവിക്കുന്നവരുടെ മഹത്വവും നമ്മുടെ കൺമുമ്പിലും നമ്മുടെ സമൂഹത്തിലും നമുക്ക് കാണാൻ കഴിയും. അതിന്റെ നിയമനിർദ്ദേശങ്ങളിൽ നിന്നും തെറ്റുന്ന ജീവിതത്തിൽ വരുന്ന ദുരന്തവും അതിന്റെ അനന്തരഫലവും സമൂഹത്തിൽ നമുക്ക് കൃത്യമായി കാണാൻ സാധിക്കും. ഇത് കണ്ണും കാതും നമ്മൾ തുറന്നു വെച്ചാൽ മാത്രം മതി. അങ്ങനെ ഒരു ചിന്തയും ബോധവും നമുക്കുണ്ടെങ്കിൽ നമ്മൾ ഈമാനിൽ നിന്ന് തെറ്റിപ്പോവുകയില്ല, ഹിദായത്തിൽ നിന്ന് തെറ്റിപ്പോവുകയില്ല. അള്ളാഹു യഥാർത്ഥ മുസ്ലിമായി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കുന്നവരുടെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. സർവശക്തനായ റബ്ബേ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് അംഗീകരിച്ച് മരിക്കുന്ന വിശ്വാസികളിൽ വിജയികളിൽ ഞങ്ങളെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തുന്ന റഹ്മാനെ. നാദാ, രണ്ട് ലോകത്തും ഞങ്ങൾക്ക് ജീവിത വിജയം നൽകണ റഹ്മാനെ. കാരുണ്യവാനായ റബ്ബേ, ഞങ്ങൾ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങളോട് പൊറുക്കണ റഹ്മാനെ. നാദാ, നരകശിക്ഷയിൽ നിന്ന്, ഖബർ ശിക്ഷയിൽ നിന്ന്, മഹ്ശറിലെ പ്രയാസങ്ങളിൽ നിന്നൊക്കെ ഞങ്ങൾ ഓരോരുത്തരെയും നീ കാത്തുരക്ഷിക്കണം റഹ്മാനെ. ഞങ്ങളെയും ഞങ്ങളുടെ മാതാപിതാക്കൾ, കുടുംബാംഗങ്ങൾ എല്ലാവരെയും ഞാൻ കാത്തുരക്ഷിക്കണം റഹ്മാനെ. രണ്ട് ലോകത്തും ഞങ്ങൾക്ക് ജീവിത വിജയം നൽകണ റഹ്മാനെ. നാദാ, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ പാപമോചനം നൽകണ റഹ്മാനെ. ഞങ്ങളുടെ ഇണകളെയും സന്താനങ്ങളെയും നീ സ്വാധീനങ്ങളാക്കി തീർക്കണ റബ്ബേ. ഞങ്ങളുടെ ഇണകളിലും സന്താനങ്ങളും ഞങ്ങൾക്ക് കൺകുളിർമയും സമാധാനവും പ്രദാനം ചെയ്യണ റബ്ബേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. واغفر لنا يا غافر المذنبين. آمين برحمتك يا أرحم الراحمين. وصلى الله على نبينا محمد وعلى آله وصحبه وسلم.